Who is the bitch? I am the bitch, and it's me, your Samuel Jacobson. So the topic we are discussing about today is toxic parenting. So let's dig into the video, bitch. നിങ്ങളുടെ ഫാമിലി ടോക്സിക് ആണ്, അത് നിങ്ങൾക്ക് അറിയാം. അത് അറിയാവുന്നത് കൊണ്ടാണ് എന്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. നിങ്ങൾക്ക് അർഹതയില്ലാത്ത രീതിയിലാണ് അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് അവർ നിങ്ങളെപ്പോഴും കണ്ടിന്യൂസ് ആയി ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ നിങ്ങൾ ഇത് മെച്യൂർ ആയിട്ട് ഇത് നിങ്ങൾ അവരോട് പറഞ്ഞതിന് അവർ റിയാക്ട് ചെയ്യാൻ എങ്ങനെയായിരിക്കും? നീ ഇങ്ങനെ ഓവർ ഡ്രാമാറ്റിക് ആണ്, നിന്റെ നല്ല കാര്യത്തിന് വേണ്ടിയില്ലേ പറഞ്ഞു, നീ തമാശ പോലും എടുക്കാറ്, നീ എങ്ങനെ വെറുതെ ദേഷ്യം പിടിക്കുന്നത്, നമ്മൾ നിന്റെ നല്ല കാര്യം നിന്റെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് പറഞ്ഞത്. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ ഒരു ടോക്സിക് പാരന്റിങ് എന്താണെന്ന്, ഈ ഒരു ടോക്സിക് പാരന്റിങ് എങ്ങനെ രക്ഷപ്പെടാമെന്നും പറ്റുള്ള ഒരു കാര്യം ആണ് ഞാൻ നിങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓൾസോ ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിനെ കുടുംബത്തിന്റെ പ്രധാന ലക്ഷണങ്ങളും സംരക്ഷിക്കേണ്ട എങ്ങനെയാണെന്നും, എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കുക, എങ്ങനെയാണ് നമ്മളെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ, പോലെ എങ്ങനെ ഈ ഒരു സൈക്കിളിൽ നിന്നും പുറത്ത് കടക്കാം എന്നൊരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 1, ദ സയൻസ് ഓഫ് ടോക്സിക് ഫാമിലി. സോ ഫസ്റ്റ് സൈൻ എന്നത് ഗ്യാസ് ലൈറ്റിംഗ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്താ രീതിയിൽ തന്നെ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും. അതും നിങ്ങളെ കൊണ്ട് തന്നെ അവരെന്തെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം അവരിപ്പോൾ എന്ത് കാര്യം ചെയ്താലും അത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ നല്ലതിന് വേണ്ടി, നിങ്ങൾ നന്നാൻ വേണ്ടി, നിങ്ങളൊരു ബാഡ് ആയിട്ടുള്ള ഒരു കുട്ടി ആയതുകൊണ്ടാണ് അവർ നിങ്ങളെ അടുത്ത് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പോലും ആ ഒരു തെറ്റ് അവർ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറയും നിങ്ങളെ ഭാഗത്തെ തെറ്റ്, നിങ്ങൾ കാരണമാണ് വീട്ടിൽ പ്രശ്നം ഉണ്ടാവണേ, നീ ഒറ്റ ഒരുത്തനാണെങ്കിൽ ഒറ്റ ഒരുത്തിയാണ് ഈ വീട്ടിലെ പ്രശ്നം, ഈ ഒരു വീട്ടിൽ എല്ലാ പ്രശ്നത്തിനും കാരണം നീ ഒരൊറ്റ ഒരുത്തിയാണ് എന്ന് പറഞ്ഞ് തിരിപ്പിച്ച് നിങ്ങളെ തന്നെ അവർ ബോധ്യപ്പെട്ടു. അങ്ങനെ പറയുന്ന സമയത്ത് ഉണ്ടാവും നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നാലും ഉണ്ടാവുക. ആ പറയുന്ന സമയത്ത് നിങ്ങൾ ചിലരിലുള്ള ഒരാളെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഞാൻ കാരണമാണ് ഈ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാവുന്നത്, ഞാൻ കാരണമാണ് ഈ പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, അതും അൺകോൺഷ്യസ് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ദാറ്റ് മീൻ ഗ്യാസ് ലൈറ്റിംഗ്. യു ആർ എ വിക്ടിം ഓഫ് ഗ്യാസ് ലൈറ്റിംഗ്. കാരണം അപ്പൊ അവരിപ്പോ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായാൽ പോലും അവരൊരിക്കലും അവരുടെ ഈഗോ കളയാൻ അവർ സമ്മതിക്കില്ല. എന്ത് വന്നാലും അവരുടെ ഈഗോ, അവരുടെ ഒരു നാർസിസ്റ്റിക് ബിഹേവിയർ ഒരിക്കലും തോറ്റു കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. അവർ ചെയ്ത തെറ്റാണെങ്കിൽ പോലും ആ തെറ്റ് അവർക്ക് മനസ്സിലായാലും അത് നിങ്ങളെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലെങ്കിലും അവരെന്ത് ചെയ്യും, നിങ്ങളെ കുറ്റപ്പെടുത്തും. അതൊരു കാര്യം. ഇപ്പൊ നിങ്ങളൊരു ഭാഗത്ത് ഒരു തെറ്റുണ്ടായെങ്കിൽ തന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ മനുഷ്യരാണ്, തെറ്റ് പറ്റും. പക്ഷെ ആ ഒരു തെറ്റ് ഇങ്ങനെ വലുതാക്കിക്കൊണ്ട് കാണിച്ചിട്ട് അത് വലിയ രീതിയിൽ നിങ്ങൾ അങ്ങനത്തെ നിങ്ങളൊരു ചെറിയൊരു തെറ്റ്, ഒരു മൈന്യൂട്ടായിട്ട് തെറ്റ് ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിൽ വലിയ തെറ്റുകളായിരിക്കും ചെയ്യാൻ പോണേ, നന്നാവില്ല, ഒരിക്കലും നന്നാവില്ല. ഈ ഒരു പുഴുത്ത് ചാവ് അങ്ങനത്തെ രീതിയിൽ ശപിക്കുന്ന രീതിയിൽ വർത്താനം പറയുമ്പോൾ പോലും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും ഞാൻ കാണുന്നത് നിന്റെ സ്വഭാവം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കാൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഗ്യാസ് ലൈറ്റിംഗ്. സോ ദ ഫസ്റ്റ് സൈൻ ഓഫ് ടോക്സിക് ഫാമിലി ഈസ് ഗ്യാസ് ലൈറ്റിംഗ്. സെക്കൻഡ് സൈൻ ഓഫ് ദ ടോക്സിക് ഫാമിലി ഈസ് ഇൻവാലിഡേഷൻ. ഇൻവാലിഡേഷൻ എന്താണെന്ന് വെച്ചാൽ, അപ്പൊ നിങ്ങൾ അവരൊരു ചെയ്തൊരു തെറ്റാണെന്ന് നിങ്ങളിപ്പോൾ അവരോട് എത്ര നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ഒരു മെച്യൂർ ആയിട്ടുള്ള രീതിയിൽ പോലും നിങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത് തെറ്റാ, മമ്മ നിങ്ങൾ ചെയ്ത് തെറ്റാ, പപ്പ നിങ്ങൾ പറഞ്ഞത് തെറ്റ്, ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല എന്ന രീതി മെച്യൂർ ആയിട്ട് ബോധവൽക്കരണം കൂടെ പറഞ്ഞാൽ പോലും അവരെന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്യില്ല, ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യില്ല. കാരണം അവർ ചെയ്തത് തെറ്റാന്ന് അറിഞ്ഞാൽ പോലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ, അത് അതിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കാനായാലും നിങ്ങളോട് സോറി പറയാൻ അവർ നിൽക്കൂല. അവരുടെ ഉള്ളിലുള്ള, കാരണം എന്താണെന്ന് പറയാം, അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഹെയ്റ്റ്, സെൽഫ് ഹെയ്റ്റേഡാണ് അവരെന്ത് ചെയ്യണം നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത്. സെൽഫ് ഹേറ്റഡ് ഇൻസെക്യൂരിറ്റിയും ഇതിപ്പോ ഇവിടെ കാണുന്ന ചില സെൽഫായിട്ട് പോയി. കാരണം അവർക്ക് അവരെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല, അവരെ സ്വഭാവം, അവരെ ക്യാരക്ടറിസ്റ്റിക്, അവരെ ആക്ഷൻസ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് അവരെന്ത് ചെയ്യുന്ന സ്വന്തം മക്കളുടെ അടുത്ത് ഇതുപോലെ ചെറ്റത്തരത്തിൽ സംസാരിക്കണം. കാരണം അവർക്ക് അവരുടെ ഉള്ളിലുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അവർക്കൊരു സെൽഫ് ഹേറ്റഡ് ഉള്ളത് കൊണ്ടാണ് ഇതാക്കുക. ഇപ്പൊ ഒരാളിപ്പോ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തി ഒരിക്കലും മറ്റൊരാളെ ഡൗൺ ചെയ്യില്ല. പോസിറ്റീവ് കാണും, എന്താണെന്നറിയോ, ഒരിക്കലും അവർ അങ്ങനെ ചെയ്യൂല. കാരണം ഓരോ മൈൻഡ് സെറ്റ് തന്നെ അങ്ങനെയാണ്, ഓരോരുത്തരും മൈൻഡ് സെറ്റ് ആണിത്. സോ ഇവരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഉള്ളിലെ ഹെയ്റ്റ്, ഇവരൊരിക്കലും ഇവരെന്തായാലും ഇവരുടെ ജീവിതം നന്നായി കിട്ടിയില്ല. സോ അതുകൊണ്ട് ഇവരുടെ ജീവിതം നന്നായി കിട്ടിയത്, അതുകൊണ്ട് അവരുടെ കുട്ടികളുടെ ജീവിതം നന്നാവരുത് എന്നുള്ളിൽ ചിന്തിച്ചുകൊണ്ടാണ് ഓരോ വാക്കുകളും പറഞ്ഞത്. ഇതാണ് സൈൻ ഓഫ് ടോക്സിക് ഫാമിലി. നമ്പർ 3, ദ ബ്ലാക്ക് ഷീപ്പ്. സോ ഇത് ബ്ലാക്ക് ഷീപ്പ് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ കുടുംബത്തിനാണ് വേറെ തെറ്റ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യു ആർ ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് യുവർ ഫാമിലി. ഇപ്പോൾ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ അല്ല, അപ്പോൾ നിങ്ങളൊരു ഫാമിലി ഇപ്പോൾ ഒരു പേട്രിയാർക്കൽ
ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ, അല്ലെങ്കിൽ ടോക്സിക് റിലീജിയസ് റൂൾ ഫോളോ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ, കുറെ ഇങ്ങനെ അനാവശ്യ ട്രഡീഷണൽ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ, അങ്ങനത്തെ വ്യക്തി, നിങ്ങൾക്ക് കുറച്ച് കോമൺ സെൻസും വിവരം ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, ലൈക്ക് കോമൺ സെൻസ് യൂസ് ചെയ്യും. പക്ഷെ അത് അവർക്ക് എന്തായിരിക്കും, നിങ്ങളൊരു ബ്ലാക്ക് ഷീപ്പ് ആയിരിക്കും. സോ നിങ്ങളൊരു ബ്ലാക്ക് ഷീപ്പ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, നിങ്ങൾ ബ്ലാക്ക് ഷീപ്പ് ആയതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, നിങ്ങൾ ഒറ്റപ്പെട്ടു. കുടുംബത്തിന് മറ്റുള്ളവർ മുമ്പേ വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടു. കാരണം നിങ്ങൾ ഓരോ പോലെയല്ല, നിങ്ങൾക്ക് കുറച്ച് വിവരമുണ്ട്, നിങ്ങൾ ചിന്തിക്കുന്ന വേറെ രീതിയിലാണ്. കാരണം നമ്മളെല്ലാം മനുഷ്യന്മാരാണ്, ഒരിക്കലും എല്ലാ മനുഷ്യന്മാരും ഒരുപോലെ ചിന്തിക്കൂല. കാരണം ലൈക്ക് കുറെ മനുഷ്യന്മാരിങ്ങനെ കുറെ മാനിപ്പുലേഷൻ കൊണ്ടല്ലാണ് എല്ലാവരും ഒരുപോലെ ചിന്തിക്കണേ. സോ നിങ്ങൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നിങ്ങൾ വേറെ തെറ്റി ചിന്തിക്കണം. പക്ഷെ അവർക്ക് ആ ടോക്സിക് ഫാമിലിക്ക് മനസ്സിലാവില്ല. അവരെന്ത് ചെയ്യും, നിങ്ങൾ ലൈക്ക് റെബല്യസ് ആയിട്ടുള്ള ചൈൽഡാന്ന് മനസ്സിൽ കരുതി പതുക്കി വെച്ചിട്ട് അതെന്ത് ചെയ്യും, നിങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ കുറ്റപ്പെടുത്തും, മറ്റുള്ളവരുടെ മുമ്പിൽ ഹ്യൂമിലിയേറ്റ് ചെയ്യാൻ നോക്കും. അതുപോലെ പിന്നെ വേറെ കിട്ടും. കാരണം നിങ്ങൾ അവരെപ്പോഴും നിങ്ങളെ ചീത്തയും കുറ്റം പറയും, വേണേ അടിക്കാൻ വരും. അത് പക്ഷെ എന്നിട്ട് അവർ പറയും, നീ എന്നെ ദേഷ്യം പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ നിന്നെ അടിക്കാൻ വന്നത്, നീ ദേഷ്യം പഠിപ്പിച്ചുകൊണ്ട് ഞാൻ ചീത്ത വരാൻ വന്നത്, അത് പ്രശ്നം നിന്റെ കാര്യത്തില, നീയാണ് എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുക, അതാണ് നമ്മൾ ദേഷ്യപ്പെട്ടെ എന്ന് പറയുന്നതാണ് വെർബൽ അബ്യൂസ്. ഇനി തരം താഴ്ത്തി സംസാരിക്കും. ഇനി കളിയാക്കിയിട്ട് എപ്പോഴും ഏത് നേരം 24 hours നിങ്ങളെപ്പോഴും തരം താഴ്ത്തി സംസാരിക്കും. ലൈക്ക് പാരന്റ്സ് എന്ന് പറഞ്ഞാൽ സ്വന്തം കുട്ടികളെ മോട്ടിവേറ്റ് ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ഏത് നേരം നോക്കിയാലും ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കല വേണ്ടേ. ഇങ്ങനെ എപ്പോഴും വീട്ടിനുള്ളിൽ നീ എനിക്ക് പറ്റൂല, എനിക്ക് ഒരു കാര്യത്തിന് പറ്റൂല, അങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുന്നു. അതുപോലെ വെറുതെ ദേഷ്യം കച്ചറപ്പെട്ടാൽ അവർ നിങ്ങൾ റിയാക്ട് ചെയ്താലോ, അപ്പൊ അവര് നീ കാരണമാണ്, നീ എന്നെ ദേഷ്യം പഠിപ്പിച്ചുകൊണ്ട് നിന്റെ അടുത്ത് ഞാൻ കച്ചറ ഉണ്ടാക്കിയേ എന്ന് പറയുന്നതാണ് വെർബൽ അബ്യൂസ്, ഒരു തരം താഴ്ത്തി സംസാരിക്കുക. So the fourth sign of toxic family is verbal abuse. The sign of toxic parent is humiliation. ഹ്യൂമിലിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ എടുത്ത് നിങ്ങളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അല്ലെങ്കിൽ നിങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങളെ പാരന്റ് നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, മനഃപൂർവ്വം നിങ്ങൾ അവരെ മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി പറയും. നിങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഓരോ കാര്യങ്ങൾ എടുത്തച്ച് പറയും. ചിലപ്പോൾ അത് നിങ്ങൾ ഓർക്കാൻ പോലും ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കും അവരെന്ത് ചെയ്യുക, എല്ലാവരും മുന്നേ വെച്ചിട്ട് പറയാം. എന്നിട്ട് പറയും, ഓ തമാശക്ക് പറഞ്ഞതിൽ തമാശ ആയിട്ട്. ഹ്യൂമിലിയേഷൻ ഒരിക്കലും ഇത് താങ്ങാൻ പറ്റാത്തൊരു സംഭവം ഹ്യൂമിലിയേഷൻ. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്ട് പറയുന്ന സംഭവം ഉണ്ടെങ്കിൽ അവരിതുപോലെ ഹ്യൂമിലിയേറ്റ് നിങ്ങൾ ചെയ്യുന്ന സംഭവം ഒന്നും നോക്കണ്ട, അവരെ പറയണം എപ്പം സംഭവിക്കും. കാരണം ഹ്യൂമിലിയേഷൻ ഈസ് വൺ ഓഫ് ദ തിങ് ദാറ്റ് ഹ്യൂമൻ ബീയിങ് can't deny. So humiliation, the toxic family, the fifth sign is humiliation. The sixth sign of toxic family is isolation. സോ ഐസൊലേഷൻ പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒറ്റപ്പെടുത്തുക. ലൈക്ക് നിങ്ങളൊരു സ്വാതന്ത്ര്യം, ലൈക്ക് നിങ്ങൾക്കൊരു ഇൻഡിപെൻഡൻസ് പറഞ്ഞ സംഭവം തരും. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം കൺട്രോൾ ചെയ്യേണ്ടത് നിങ്ങളാണ്. പക്ഷെ അതിന്റെ പകരം എന്ത് ചെയ്യും, അവർ കൺട്രോൾ ചെയ്യും. അവർ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻസ് പോലും തരില്ല. അതുപോലെ നിങ്ങൾ എപ്പം വീട്ടിൽ നിന്ന് പോകണം, എപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങണം, ലൈക്ക് എപ്പം വീട്ടിൽ നിന്ന് കയറാം, ആരെ കൂടെ പോകണം, ആരുടെ അടുത്ത് സംസാരിക്കും, ലൈക്ക് കൺട്രോൾ. ഇവർ എന്നിട്ട് പറയും ഇത് പ്രൊട്ടക്ഷൻ. ആക്ച്വലി ശരിക്കും ഇത് പ്രൊട്ടക്ഷൻ എന്നത് സപ്പോർട്ടും ലവിങ്ങും ആണ്. അല്ല ഇതുപോലെ ഒരാളുടെ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരാളുടെ സ്വാതന്ത്ര്യം പിടിച്ചെടുക്കുന്നതല്ല പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ ദ സിക്സ്ത് സൈൻ ഓഫ് ടോക്സിക് പാരന്റിങ് ഈസ് isolation. And the seventh sign of toxic family is aggression. So the aggression പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൽ വീഡിയോ കാണുന്ന മൊത്തം 99% ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അഗ്രഷൻ. വെറുതെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ലൈക്ക് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലേ, നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങളെ വേണ്ടി സ്റ്റാൻഡ് ചെയ്യും. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ കേൾക്കണമെങ്കിൽ നിങ്ങൾ അതിന് തിരിച്ച് മറുപടി പറയുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾ അടിക്കാൻ വരാൻ, നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ നോക്കുക. അതും വലിയ എക്സ്ട്രീം വയലന്റ് ആയിട്ട് നിങ്ങളടുത്ത് സംസാരിക്കുക. ലൈക്ക് വയലന്റ് എന്ന് വെച്ചാൽ നോർമൽ എന്നിട്ട് ഒരു നായ്ക്ക് പേ നൽകിയ പോലെ നിങ്ങളടുത്ത് സംസാരിക്കുക. ദാറ്റ് ഈസ് അഗ്രസീവ്. സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ സൈൻ ഓഫ് ടോക്സിക് പാരന്റിങ്. So the seventh sign of toxic parenting is aggression. The seventh sign of toxic parenting is emotional blackmail. ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക്മെയിൽ അധികം ഇവിടെ ഒരു കേരളത്തിൽ നോർമലൈസ് ചെയ്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മാർക്കിന്റെ ബേസിസിൽ അല്ലെങ്കിൽ കല്യാണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഓരോ കമ്പയറിങ് അനുസരിച്ചിട്ട് ഇങ്ങനെ നടക്കും. ലൈക്ക് നിനക്ക് വേണ്ടി നമ്മളിങ്ങനെ ചെയ്ത്, നിനക്ക് പഠിക്കാൻ വേണ്ടി നമ്മൾ പൈസ ഇതാക്കി, നിനക്ക് പഠിക്കാൻ ആ കോളേജിൽ പൈസ കൊടുത്ത് നീ പഠിക്കണം, നിന്നെ ഇത്രയും വളർന്ന് വലുതാക്കിയത് നല്ലൊരു കല്യാണം കഴിച്ച് വിടാനാണ്, അല്ലാതെ ഈ വീട്ടിനുള്ളിൽ ഇരിക്കാനോ അല്ല. നിനക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നീ നമ്മളെ ആലോചിച്ചിട്ട് ചെയ്യണം, നമുക്ക് വേണ്ടി നീ ചെയ്യണം, നിനക്ക് വേണ്ടി നീ ചെയ്യണം, നമ്മളെ നിന്നെ വളർത്തി വലുതാക്കി, നമ്മളെ പറഞ്ഞ അനുസരിച്ച് ജീവിക്കണം, അതാ വേണ്ടി. നിനക്ക് ഇത്ര അഹങ്കാരം കാണിക്കുക, ഇത്ര അഹങ്കാരം കാണിച്ച ആരും ഈ ജീവിതത്തിൽ നന്നായിട്ടില്ല.
നമ്മളാ നിന്നെ വളർത്തിയേ, നീ നമ്മളെ പറഞ്ഞ കേൾക്കണം. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഇത് അധികം ഈ ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അധികം ഈ ഒരു കേരളത്തിൽ നടക്കുന്ന ഒരു പെൺകുട്ടികളുടെ അടുത്താണ്. കാരണം ഒരു പെണ്ണിപ്പോൾ 18 വയസ്സ് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടിയോട് പറയും കല്യാണം. ഇതിപ്പോ മറ്റേ സ്കൂൾ ബേസിസിലും മറ്റേ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ പാരന്റ്സ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഇമോഷണൽ ബ്ലാക്ക് മെയിൽ. നമുക്ക് വേണ്ടി നീ ചെയ്യണോ, നീ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഇവിടെ നിൽക്കണ നായ്ക്കിട്ടത്തിന്റെ പോലെ? അത്തരം വൃത്തികെട്ട അറപ്പിക്കുന്ന നിങ്ങളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാം. The toxic parent is sign 8 emotional blackmailing. Toxic parent 9 അസൂയ ലൈക്ക് നിങ്ങളിപ്പോൾ ലൈക്ക് നിങ്ങളെ പാരൻസിനെ കാണ്ടി കാണാൻ നല്ല സൗന്ദര്യം ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലോ, നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളിപ്പോൾ ഓരോരുത്തർ നിങ്ങളുടെ പാരൻസിൻ്റെ ടോക്സിക് ആയിട്ടുള്ള നിങ്ങളുടെ പാരൻസിൻ്റെ എത്ര നല്ല രീതിയിൽ നിങ്ങൾ അവരുടെ അടുത്ത് സംസാരിച്ചാൽ പോലും അവർക്ക് നിങ്ങളോടൊരു ജലസി അല്ലെങ്കിൽ അസൂയ ഉണ്ട്. കാരണം എന്നെ പോലല്ലോ ഇവരെന്താ വേറെ ടൈപ്പ് ഓഫ് രീതിയിൽ നടക്കുന്നേ, ഇവർക്ക് എന്താ ഇത്ര കോൺഫിഡൻസ്, ഇവർക്ക് എന്താ ഇത്ര സൗന്ദര്യം, എന്നെക്കാണി ബുദ്ധി എന്താണ് ഇവൾക്ക്? ദാറ്റ് ഈസ് ജലസി. കാരണം അവരുടെ ഉള്ളിൽ ആ ഒരു ഇൻസെക്യൂരിറ്റിക്ക് അത് തീരെ പിടിക്കൂല. കാരണം എന്താ, ഒരിക്കലും നിങ്ങൾ അവരുടെ മേലെ എത്തരുത്. അപ്പൊ ബുദ്ധി കൊണ്ടായാലും സൗന്ദര്യം കൊണ്ടായാലും ജീവിതം കൊണ്ടായാലും നിങ്ങളുടെ പാരൻസിനെക്കാണ്ടി നിങ്ങളുടെ സ്വന്തം മക്കള് വരരുത് എന്ന് ചിന്തിക്കുന്നതാണ് ജലസി. So then last but not at least, the sign of toxic parenting last but not at least 10 endless expectation. നിങ്ങളൊരു മനുഷ്യനാണ്, അവരുടെ എല്ലാ എക്സ്പെക്റ്റേഷനും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റൂല. നിങ്ങളൊരു മനുഷ്യനാണ്, അവരുടെ എല്ലാ എൻഡ്ലെസ് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനും സാധിക്കാൻ പറ്റൂല. ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ നിങ്ങളുടെ ആഗ്രഹമല്ല അവരുടെ ആഗ്രഹം. കാരണം അവർക്ക് നിങ്ങൾ വെറും ഒരു മനുഷ്യനല്ല, നിങ്ങളൊരു സക്സസ് മാത്രം ആവേണ്ട ഒരു സംഭവം മാത്രം, നിങ്ങളുടെ വിജയം മാത്രമാണ് അവരുടെ സന്തോഷം. അത് മാത്രമല്ല നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ കഷ്ടപ്പെടുന്ന ആ ഒരു രീതി, നിങ്ങളുടെ കഷ്ടപ്പാടൊന്നും അവർ കാണും, നിങ്ങളുടെ സക്സസ് അത് മാത്രം അവർ കാണും. ബൈ യു ആർ ഓൾസോ ഹ്യൂമൻ. നിങ്ങൾ സക്സസ് ആവരുതെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് യു ആർ ഓൾസോ ഹ്യൂമൻ. നിങ്ങളൊരു മനുഷ്യനാണ്. ഇത്തരം ഒരു വ്യക്തിന്റെ അടുത്ത് ഇത്തരം എൻഡ്ലെസ് ആയിട്ടൊരു എക്സ്പെക്ടേഷൻ വെക്കുന്നത് തന്നെ ഇസ് വെരി ബിഗ് മണ്ടത്തരം. സോ ഞാൻ ഇതുവരെ പറഞ്ഞ 10 സയൻസിൽ ഏതെങ്കിലും ഒരു 7 സയൻസ്, 7 5 സയൻസ് നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, യെസ്, യുവർ പാരൻസ് ആർ ടോക്സിക്. You want to accept that fact and that reality that your parents are toxic. നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മളെ ലൈഫ് തന്നെ ലീഡ് ചെയ്യണം. നമ്മൾ ചിന്തിക്കുന്ന രീതിയാണ് നമ്മളെ ഒരു ദിവസം തന്നെ മാറ്റി വയ്ക്കുന്നത്. നമ്മളെ മൈൻഡ് സെറ്റ് ഒരു പെയിന്റിങ് ബ്രഷാണ്. നമ്മളെ ലൈഫ് നമ്മൾ ദിവസം ഒരു കാലിഗ്രാഫിൻ്റെയും ഒരു ബോർഡും. നമ്മൾ പെയിന്റ് ബ്രഷ് അനുസരിച്ചിട്ടല്ല ആ ബോർഡ് നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ. അതുപോലെ ആ മൈൻഡ് സെറ്റ് ഒരു സക്സസ്ഫുൾ ആയിട്ട് ചിന്തിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ സക്സസ്ഫുൾ. അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ലൈഫ് നെഗറ്റീവിലോട്ടേ പോകും. അതാണ് മൈൻഡ് സെറ്റ്. സോ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ടോക്സിക് ഫാമിലിയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അത് കാര്യം വിശദീകരിക്കാൻ നിൽക്കരുത്, എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതന്നെ, നിങ്ങൾ ഒരിക്കലും അവരിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കരുത്. കാരണം അപ്പോൾ അവരുടെ ഇപ്പം എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അവർക്കത് മനസ്സിലാവില്ല, അവരുടെ തലയിൽ കയറില്ല. അപ്പം എന്ത് ചെയ്യണം, അവരിപ്പോൾ എന്തെങ്കിലും പറയാണ്, ഓക്കെ ഓക്കെ ഞാൻ തല ഇങ്ങനെ ഇതാക്കി നിന്നാൽ മതി. അപ്പം നിങ്ങളത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നും, ബട്ട് സ്റ്റിൽ ദിസ് ഇസ് ബെനിഫിറ്റ്. ഇത് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ആക്കാണ്. കാരണം നിങ്ങളിപ്പോൾ അവർ ഓവറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ അവരുടെ ഉള്ളിൽ ആ ഒരു ഈഗോ ബിൽഡപ്പ് ചെയ്യുമല്ലോ. അപ്പം നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഈഗോ പെട്ടെന്ന് തന്നെ അവർ പോലും അറിയാതെ അൺകോൺഷ്യസ് ആയിരിക്കും ഇങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്യാണ്. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഡോണ്ട് ഓവർ എക്സ്പ്ലെയിൻ. അവർ ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് അവരാണ് ചെയ്ത്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഉണ്ടായ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ മനസ്സിലായി, ഇനി ചെയ്യൂല, അങ്ങനെ രീതിയിൽ മാത്രം പറഞ്ഞു. അപ്പം തന്നെ എന്ത് ചെയ്യും, പ്രശ്നം തീരും. നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ മൈൻഡ് സെറ്റ്, നിങ്ങളെ മാനസിക ആരോഗ്യം കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് അവരിൽ നിന്നുള്ള എക്സ്പെക്ടേഷൻ പോകും. നിങ്ങളുടെ ടോക്സിക് പാരൻസിനായിട്ട് ഒരു തരത്തിലെ എക്സ്പെക്ടേഷൻ നിങ്ങൾ കീപ്പ് ചെയ്യരുത്. കാരണം അവരുടെ ഉള്ളിൽ ഓൾറെഡി എന്തില്ല, ഇമോഷണൽ ഇന്റലിജൻസ് പറഞ്ഞ സംഭവമേ തീരെ ഇല്ല, അടുത്തുകൂടെ പോലും പോയിട്ടില്ല. പിന്നെ നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് ഒരു തരത്തിലും നിങ്ങൾ എക്സ്പെക്ടേഷൻ വെക്കരുത്. നമ്മൾ ഏത് എക്സ്പെക്ടേഷൻ വെക്കുന്ന സമയത്താണ് കൂടുതൽ നമുക്ക് സങ്കടം വരാം,
കാരണം സ്വന്തം പാരൻസിന് എങ്ങനെ പറയുമെന്ന് വിചാരിക്കില്ല എന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അവരങ്ങനെ പറയല്. ഒരിക്കലും എക്സ്പെക്ടേഷൻ വെക്കരുത്. നമ്മൾ എക്സ്പെക്ടേഷൻ വെക്കാതിരുന്നാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്ത് കൊണ്ടാവും. ഒരിക്കലും എന്ത് കാരണവശാലും ഒരിക്കലും നിങ്ങൾ അവരുടെ അടുത്ത് എക്സ്പെക്ടേഷനെ വെക്കരുത്. അവർ നിങ്ങളുടെ അടുത്ത് ഇനി നാളെ മറ്റന്നാൾ നല്ല രീതിയിൽ സംസാരിക്കുക അല്ലെങ്കിൽ അവർ ചീത്ത നിങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. അവരിൽ നിന്ന് ഒരു കാര്യം എക്സ്പെക്ട് ചെയ്യരുത്. അതന്നെ. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, നിങ്ങളെ തന്നെയാണ് വാലിഡേറ്റ് ചെയ്തെടുക്കേണ്ടത്. കാരണം നിങ്ങൾ മറ്റുള്ള എക്സ്പെക്ടേഷൻ സ്വയം ഒരു എക്സ്പെക്ടേഷൻ വെക്കുക, ഞാൻ ഇന്നതാവും എന്നൊരു എക്സ്പെക്ടേഷൻ. ലൈക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഗോൾസ് ഉണ്ടെങ്കിൽ ആ ഒരു ഗോളിനെ എക്സ്പെക്ട് ചെയ്യുക. നിങ്ങളെ ലൈഫ് നല്ല രീതിയിൽ ഒരു ലക്ഷറി ലൈഫ് ആവുന്നില്ല എക്സ്പെക്ട് ചെയ്യുക. അത് ഫോക്കസ് ചെയ്യുക. അല്ലാതെ ഒരിക്കലും നിങ്ങളെ പാരൻസ് നിങ്ങൾക്ക് വേണ്ടി ഇന്നത് ചെയ്തു തരും, ഇന്നത് സഹായിച്ചു തരും, അവരെനിക്ക് വേണ്ടി അങ്ങനെ നടക്കൂല. നമ്മൾ എക്സ്പെക്ടേഷൻ വെക്കുന്ന ഒരു കാര്യം നടക്കൂല. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ വെക്കണം. മറ്റുള്ളവരും നമ്മൾ ഒരിക്കലും എക്സ്പെക്ടേഷൻ കൊടുക്കരുത്. അപ്പോൾ ടോക്സിക് പാരന്റ് ആണെങ്കിലും അല്ല ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും ആരാണെങ്കിലും മറ്റുള്ളവരെ നമ്മൾ ഒരിക്കലും എക്സ്പെക്ടേഷൻ കൊടുക്കരുത്. നമ്മളെ തന്നെ ഒരു എക്സ്പെക്ടേഷൻ കൊടുക്കണം. അതാണ് വേണ്ടി. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ബ്ലാക്ക് ഷീപ്പ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യണം, ഹാപ്പിയാണ്, പ്രൗഡാണ് ആവേണ്ടത്. സത്യം പറഞ്ഞാൽ കാരണം നിങ്ങളുടെ മൈൻഡ് സെറ്റ് അവരെ പോലെ അല്ല. നിങ്ങൾ അങ്ങനെ കാരണം ചിന്തിച്ചു നോക്കുക, അവരില്ലെങ്കിൽ ഫെയിലിയേഴ്സ് ആണ്. അവരങ്ങനത്തെ ഒരു തോൽവി പോലെ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അതുപോലെ തോക്കുള്ളൂ. ഒരു കാര്യം പറ്റും ഈ ജീവിതത്തിൽ, ലൈക്ക് ഇപ്പോൾ നിങ്ങളിപ്പോൾ കുറെ ഇങ്ങനെ സെലിബ്രിറ്റീസ് അവർ കുറെ സക്സസ് ആയിട്ട് ഹ്യൂജ് സക്സസ് നേടി കുറെ ആൾക്കാർ കണ്ട് അവർക്ക് ഇതുപോലെ കുറെ ടോക്സിക് പാരന്റിങ് ഉണ്ടായിരുന്നു. കാരണം അവരെ ടോക്സിക് പാരന്റിങ്ങൾ പോലെ ചിന്തിക്കാതെ ഇരുന്നിട്ടാണ് അവർ അത്രയും എത്തിയത്. ഒരിക്കലും നിങ്ങൾ പ്രൗഡാണ് ആവേണ്ടത്, നിങ്ങളൊരു ബ്ലാക്ക് ഷീപ്പ് ആണെന്നുള്ളത്. കാരണം ഒരിക്കലും നിങ്ങളെ ആ ഒരു വൃത്തികെട്ട രീതിയിലുള്ള മൈൻഡ് സെറ്റ് അല്ല നിങ്ങൾക്കുള്ള എന്ന കാര്യത്തിൽ നിങ്ങൾ പ്രൗഡ് ആവണം. അതന്നെ, പ്രൗഡ് ആവണം. അതാണ് വേണ്ടി. പിന്നീട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം, പക്ഷേ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ഈ ഒരു ടോക്സിക് പാരന്റിങ് ആയിട്ടുള്ള പ്രശ്നം നിങ്ങൾക്ക് അങ്ങ് ഒഴിവാക്കാൻ പറ്റും. തെളിച്ച് തർക്കിക്കാൻ നിൽക്കരുത്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. കാരണം അവരിങ്ങനെ വായിൽ അർപ്പിക്കും തരത്തിലുള്ള ഒരു വർത്താനം നിങ്ങളെ ചെവി വരുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തിരിച്ച് തർക്കിക്കാൻ പോകരുത്. അപ്പൊ അവരിപ്പോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ പലരും പറയുന്നത് തന്നെ ഓക്കെ അങ്ങനെ തന്നെ അവർ കേൾക്കണ രീതിയിൽ ഇരിക്കുക. പക്ഷെ ഉള്ളിൽ എന്തായിരിക്കണം, അപ്പൊ ഇവരിന്നെ പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നത്. അല്ലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ അവരിപ്പോ നിങ്ങളെ കളിയാക്കി പറഞ്ഞാൽ എന്ത് രീതിയിൽ പറഞ്ഞു, നിങ്ങൾ ഉള്ളിൽ കോൺഫിഡൻസ് വേണം. ഉള്ളിൽ നിങ്ങളുടെ മനസ്സ് പറയണം ഇവര് പറഞ്ഞ പൊട്ടത്തരാ, ഇവരെന്ന് ഇത്ര പൊട്ടത്തരം പറയണം. എനിക്കിത് കേട്ടിട്ട് ചിരി വരും, എനിക്ക് ചിരി സഹിക്കാൻ പറ്റില്ല. ഇവര് പൊട്ടന്മാരാണ്. അപ്പൊ ഇവരിന്നെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കണേ, മൊയന്തുകള്, ഇവരിന്നെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കണേ. അങ്ങനെ ചിന്തിക്കണം. ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിയേർഡായിട്ട് തോന്നും. പക്ഷേ ഒരു കാര്യം ചിന്തിച്ചു, നിങ്ങളിപ്പോൾ അവരടുത്ത് തർക്കിക്കാൻ എന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളെ എനർജിനല്ലേ ഇങ്ങനെ വേസ്റ്റ് ചെയ്ത ആളാണ്. അപ്പൊ ഇതുപോലെ മനസ്സിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താ, ഒരു പ്രശ്നം നടക്കൂല. അവർക്ക് ഓൾറെഡി ബുദ്ധിയില്ല. അപ്പൊ ബുദ്ധിയില്ല നിങ്ങളല്ലേ ഇതുപോലെ ചെയ്യണ്ടേ. കേൾക്കുമ്പോൾ ഇത് കുറച്ച് ലൈക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പോലെ. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോ ഈ ഒരു ബുദ്ധി ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് കച്ചറ ഉണ്ടാക്കാണ് നല്ലത്, തിരിച്ച് തർക്കിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ മനസ്സിൽ നിങ്ങൾ പറഞ്ഞു. ഇപ്പൊ ആരെന്തെങ്കിലും പറയുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് വിചാരിക്കുക, അപ്പൊ ഇവരിന്നെ പറ്റി ഇങ്ങനെയാണ് ചിന്തിച്ച് പിന്നെ വെറുതെ നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ആയത് മനസ്സിൽ പറയാം. അവര് നിങ്ങൾക്ക് തർക്കിക്കാൻ അത്ര ഇതുണ്ട്. അവര് പറഞ്ഞത് മനസ്സിൽ തർക്കിക്കുക. കാരണം എന്താ തർക്കിക്കുക? കാരണം ഇപ്പൊ അവരിപ്പോ പറയും നീ ഒരു പൊട്ടനാണ്. ഞാൻ പൊട്ടനാ? ഞാൻ ഇവിടെ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് കിട്ടി, നിങ്ങൾക്ക് തീരെ ബുദ്ധി ഇല്ലല്ലോ. പിന്നെ ഈ വീട്ടിൽ എന്താ വേറെ എങ്ങനെ ബുദ്ധി കിട്ടാനാ? വേറെ ഇതിന്റെ ബുദ്ധിയുടെ വീട്ടിൽ ജനിച്ചാലേ ബുദ്ധി കൂടുതൽ. അങ്ങനത്തെ രീതിയിൽ മനസ്സിൽ പറയാം. കാരണം ആ സമയത്ത് എന്ത് ചെയ്യും, നിങ്ങളെ ഈഗോ കൂടൂല. അവര് ഇപ്പൊ ആരെങ്കിലും ഇപ്പൊ തിരിച്ച് തർക്കിക്കായിരുന്നു. ഇപ്പൊ നിങ്ങളിപ്പോ ആരെങ്കിലും കച്ചറുണ്ടാക്കാൻ തന്നെ ഒരു തിരിച്ച് തർക്കിച്ചില്ല, നിങ്ങൾ കച്ചറുണ്ടാവും. അതുപോലെ തന്നെ അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾ ടോക്സിക് പാരന്റ്സ് എന്ത് ചെയ്യും, നിങ്ങളുടെ അടുത്ത് കച്ചറുണ്ടാക്കൂല. സോ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്ത് നോക്കാം. സോ പിന്നീടാണ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. സോ ഈ ഒരു വീഡിയോ കാണുന്ന പകുതി മുക്കാൽ ആൾക്കാരിലും നിങ്ങൾ പോലും അറിയാതെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും, ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. കാരണം നിങ്ങൾ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു ബന്ധം നിങ്ങളുടെ ഒരു ടോക്സിക് പാരന്റിങ്ങിൽ നിന്ന് നഷ്ടപ്പെടുത്താം. അത് നിങ്ങൾ എല്ലാവരും നഷ്ടപ്പെട്ടുണ്ടാവും. കാരണം ഈ ഒരു വീഡിയോ, അതുകൊണ്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. കാരണം നിങ്ങൾ ടോക്സിക് പാരന്റിങ് നിങ്ങളടുത്ത് എങ്ങനെ ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ നിങ്ങളടുത്ത് സംസാരിച്ച് നിങ്ങളടുത്ത് ഓരോ ആക്ഷൻസ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഉള്ളിലുള്ള ആ ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് പോകാം. ഇപ്പൊ പോയില്ലെങ്കിൽ പോക്കാം. കാരണം ഒരിക്കലും നിങ്ങളെ ഒരിക്കലും ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഒരിക്കലും നന്നാവും നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല. അവരുടെ സ്വഭാവം ഇപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും ഇരിക്കുക. വേണമെങ്കിൽ അവർക്ക് ഫേക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും. പക്ഷെ ഫേക്ക് ആയി
ഒരു കുറുക്കൻ ആടിന്റെ ഡ്രസ്സ് ഇട്ടാൽ പോലും ആ കുറുക്കന്റെ വിശപ്പ് മാറ്റാൻ ആടിനെ തിന്നേണ്ടി വരും. അതുപോലെ തന്നെ ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ചെയ്യുക. നിങ്ങൾ അവരായിട്ടുള്ള എല്ലാ ഇമോഷണലും നിങ്ങൾ ഡിറ്റാച്ച്മെന്റ് ചെയ്യണം, ചെയ്തിരിക്കണം. സോ പിന്നീടാണ് ചാപ്റ്റർ 3 ഹാബിറ്റ്സ് ടു സർവൈവ്. സോ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള വീട്ടിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സയൻസ് ഓഫ് ടോക്സിക് ഫാമിലി, സെക്കൻഡ് ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഒരു ടോക്സിക് ഫാമിലി ഇങ്ങനെ സർവൈവ് ചെയ്യുക. പക്ഷേ ഹാബിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഈ ഹാബിറ്റ്സ് പറഞ്ഞ സംഭവം നമ്മുടെ ഈ ഒരു ലൈഫിൽ കൊണ്ടുവരുന്നത്. സോ ഈ ഒരു ടോക്സിക് പാരന്റിങ് ആയിട്ടുള്ള ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ഹാബിറ്റ്സ് കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിക്കുക? സോ നമുക്കതിലെടുക്കാം. സോ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഡയറി. സോ ഡയറി ചെയ്ത് അപ്പോൾ നിങ്ങളിപ്പോൾ സ്വന്തമായിട്ട് ഒരു മൊബൈലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മൊബൈൽ മറ്റേ പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ മറ്റേ ഡയറി ആപ്പ് ഉണ്ടാവും, അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഡയറി ബുക്ക് വാങ്ങാൻ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ അത്ര പൈസ ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ട്ബുക്ക് എടുക്കുക. സ്കൂളിൽ മറ്റേ ഇതാക്കുന്ന നോട്ട്ബുക്കിൽ 25 രൂപേൻ്റെയോ 15 രൂപേൻ്റെ നോട്ട്ബുക്ക് വാങ്ങുക. ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ടോക്സിക് പാരന്റിന്റെ ബിഹേവിയറൽ പാറ്റേൺ എന്ത് ചെയ്യുക അതിൽ എഴുതാൻ തുടങ്ങുക. അവരുടെ ആക്ഷൻസ്, അവരുടെ വേർഡ്സ്, അവരെങ്ങനെ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക. അപ്പം നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവർ പറഞ്ഞ കേൾക്കല്ല ചെയ്യുന്നത്, അവരെ ഒബ്സർവ് ചെയ്യണേ. ഒരു മനുഷ്യനെ ഒബ്സർവ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളെ പാരന്റ്സിന് നിങ്ങൾ ഒബ്സർവ് ചെയ്യണേ. അവരെങ്ങനെ ഏതൊക്കെ ടൈപ്പ് ഓഫ് അവരുടെ ബിഹേവിയർ പാറ്റേൺ എങ്ങനെയാണ്, അവരെങ്ങനെ നിങ്ങളുടെ അടുത്ത് കച്ചറുണ്ടാക്കി അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ പിന്നീട് അവർ അതേ ഒരു ബിഹേവിയർ പാറ്റേൺ കച്ചറുണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ ഓരോ സൈക്കിളിലാണ് പോകുന്നത്. കാരണം ഇവർ ഒന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതേ ഒന്നിനെ പിന്നെയും പറയും. അങ്ങനത്തെ ആ ഒരു സൈക്കിളാണ് അത്. ഈ നോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും ഇവരൊരു സൈക്കോളജിക്കൽ സൈക്കിൾ എങ്ങനെയാണ് പോകണേന്ന്. സോ ഈ ഒരു ഡയറി ഹാബിറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുവരാം. കാരണം ഇതൊരു ടോക്സിക് പാരന്റിങ്ങിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള എന്തൊരു സിറ്റുവേഷനിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് അത് ഒബ്സർവ് ചെയ്തത് എങ്ങനെയാണ് ഇവരെങ്ങനെയാണ് നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറ്റും. പിന്നെ വേറെ ഹാബിറ്റാണ്, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പുറത്ത് നല്ലൊരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു ടോക്സിക് പാരൻസ് അല്ലാതെ പുറത്ത് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യാം. കാരണം നിങ്ങൾ ഒറ്റപ്പെടുന്നതിനെ കാണാൻ നല്ലത് അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ കൂടെ ഇരിക്കുമ്പോഴാണ്. കാരണം അവരോട് ഈ പ്രശ്നങ്ങൾ പറയണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവരായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടോക്സിക് പാരൻസ് നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം ആ ഒരു എനർജി ട്രെയിനിങ് ഒക്കെ പോകും. കാരണം നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടും. അങ്ങനെ ഒരു ചോസൺ ഫാമിലി എന്നൊക്കെ പറഞ്ഞ പോലെ നിങ്ങൾ ഫ്രണ്ട്സ് ആയാലും അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന റിലേഷൻഷിപ്പ് ആയാലും ആരായാലും എന്താ അവരായിട്ട് ഫോക്കസ് ചെയ്യുക, അവരായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നീടാണ് ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ മറ്റേ കോർട്ടിസോൾ ലെവൽ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കോർട്ടിസോൾ ലെവൽ ലോ ആക്കാൻ നോക്കുക, അല്ലെങ്കിൽ ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാൻ നോക്കുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സസൈസ് ചെയ്യുക. എക്സസൈസിൽ തന്നെ കുറേ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ പുറത്ത് പോയി തന്നെ എക്സസൈസ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മറ്റേ പ്ലേ സ്റ്റോറിൽ കുറേ ആപ്സ് ഉണ്ടാവും, എക്സസൈസിങ്ങിൻ്റെ ആപ്സ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് അതിൽ പറഞ്ഞ പോലെ ഇപ്പോൾ അതും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് അതുപോലെ ചെയ്യുക. അല്ലെങ്കിൽ ചിത്രരചന, അല്ലെങ്കിൽ സ്റ്റോറി റൈറ്റിംഗ്, സ്റ്റോറി റീഡിങ്, ഇങ്ങനത്തെ കുറേ നിങ്ങൾക്ക് ഉള്ളിലൊരു സന്തോഷം കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. അത് ഹാബിറ്റ്സ്. ലൈക്ക് ഹാബിറ്റ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹാബിറ്റ് അഡാപ്റ്റ് ചെയ്തെടുക്കാൻ പറ്റൂല. ഒരു മേ ബി ഒരാഴ്ചയൊക്കെ എടുക്കും. ഹാബിറ്റ് പറഞ്ഞാൽ അങ്ങനെയാണ്. കാരണം ഒരാഴ്ച എടുത്താൽ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. സോ മേ ബി ചിത്രരചന അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ആവും. അതുകൊണ്ട് നിങ്ങളെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന സമയത്ത് പലർക്കും അവരുടെ ജീവിതം അവസാനിപ്പിക്കാന്നൊക്കെ തോന്നും. പക്ഷെ ഒരു കാര്യം മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങളുടെ ജീവിതം ഒരിക്കലും നിങ്ങൾ കളയണമെന്നില്ല. കാരണം മറിച്ച് ഈ ഒരു അനുഭവിക്കുന്ന ഒരു പെയിൻ അല്ലെങ്കിൽ വേദന എന്ത് ചെയ്യുക, നിങ്ങൾ അത് മാറ്റുക. കാരണം നിങ്ങളുടെ പാരൻസ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പേജ് മാത്രമാണ്. അവരല്ല നിങ്ങളുടെ സ്റ്റോറി എഴുതുന്നത്. കാരണം നിങ്ങളൊരു പവർഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഫ്യൂച്ചറിൽ ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിന് ഈ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അവിടെ നിങ്ങൾ നല്ലൊരു ജീവിതം കെട്ടിപ്പടുത്താൻ നോക്കുക. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ തോറ്റെടുക്കരുത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ ഇതുപോലെ ഞാൻ ഇനി മുതൽ മൈൻഡ് സെറ്റ് വീഡിയോസ് മലയാളത്തിൽ പോസ്റ്റ് ചെയ്യാൻ പോവാണ്. സോ എൻ്റെ വീഡിയോ ഫസ്റ്റ് വീഡിയോ ആണ്, മിസ്റ്റേക്സ് ഉണ്ടാവും സംസാരിക്കുന്നതിന്, അതിന് ക്ഷമിക്കുക. സോ നിങ്ങൾക്ക് ഈ ഒരു ടോക്സിക് പാരന്റിങ്ങിനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അത് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ ഓരോ വ്യക്തിയുടെ ജീവിതവും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ പറയാം. അത് ഞാൻ വീഡിയോ ചെയ്യും. കാരണം നിങ്ങൾ ഇടുന്ന ചിലപ്പോൾ ഒരു കമൻറ്റിൻ്റെ റിയാക്ഷൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മറ്റു ചിലർക്ക് അത്
ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഒന്നും കൂടി ഞാൻ പറയാം, ഇറ്റ്സ് മീ സാമുവൽ ജേക്കബ്സൺ. ഹാവ് എ ഗുഡ് ലക്ക്. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.